ഹായ്, ഇന്നാണ് നാത്തൂൻ്റെ മോളെ കല്യാണത്തിൻ്റെ തലേന്ന്. അപ്പം കണിയാപുരത്താണ് വീട്. വയ്യ ജലദോഷമാണ്. ജലദോഷവും പനിയൊക്കെ പിടിച്ചു. വിക്സിൻ്റെ മുട്ടായി തിന്നുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടവേദനയുണ്ട്. എന്നാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മാമിയായി പോയില്ലേ. അപ്പം പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ മൂത്തമ്മ നേരത്തെ പോയി. ഞാനും അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഒട്ടും വയ്യ, ഇന്നലെയൊന്നും ഒട്ടും വയ്യായിരുന്നു, കിടപ്പായിരുന്നു. പിന്നെ ഒരു ആവിയൊക്കെ പിടിച്ചു. എനിക്ക് എന്ത് അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോകാൻ വലിയ പാടാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ എങ്ങനെയൊക്കെ പാരസെറ്റമോളിൻ്റെ ഗുളികയോ ആവിയോ ഒക്കെ പിടിച്ച് അതങ്ങ് മാറ്റും. അപ്പോൾ പക്ഷേ എനിക്കങ്ങനെ വലിയ അസുഖങ്ങളായിട്ടൊന്നും വന്നിട്ടുമില്ല. ഇതിപ്പോൾ ഇന്നലെ മെനങ്ങാൻ തൊട്ട് തൊണ്ടവേദനയും പനിയും ജലദോഷവും വശം കെട്ട്. എന്തായാലും കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും എത്ര വയ്യായ്ക വന്നാലും കുളിക്കും കേട്ടോ രാവിലെ. അപ്പോൾ കുളി ആരോഗ്യത്തിന് നല്ലതല്ലേ. എന്തായാലും കുളിച്ച് റെഡിയായിട്ട് നിൽക്കുന്നു. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം. ഓക്കെ. നമ്മൾ കല്യാണത്തിന് പോയിട്ട് അപ്പോഴത്തേക്കാണ് മക്കൾക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ കടയിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നു. ഇതാണ് കല്യാണ പെണ്ണ്. തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ്. വളരെ മനോഹരമായിട്ടില്ല അവളെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യം വന്നപ്പോൾ ഭയങ്കര കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി മേക്കപ്പായിരുന്നു, സിമ്പിൾ മേക്കപ്പായിരുന്നു. അപ്പോൾ തലേന്ന് കഴിക്കാനായിട്ട് ഇവിടെ വീശപ്പവും കുറുമയും ഹലുവയൊക്കെ ആയിരുന്നു. ഇത് നാത്തൂൻ്റെ മോളാണ്, മൂത്ത മോളാണ്. അപ്പം വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര നാണം വീഡിയോയ്ക്ക് മുന്നിൽ വരാൻ. ഇത് ഇളയ നാത്തൂൻ്റെ മോളാണ്, ഇത് ചേട്ടത്തിയുടെ മോളാണ്. എല്ലാവരും ഞാൻ പിടിച്ചു നിർത്തി വീഡിയോ എടുപ്പിച്ചു. ഭയങ്കര നാണക്കാരാണ്. ഇത് കണ്ണൻ, അതായത് നേരത്തെ കണ്ടില്ലേ പെണ്ണിൻ്റെ ചേട്ടത്തിയുടെ മോനാണ്. അതായത് എൻ്റെ നാത്തൂൻ്റെ മോനാണ്. വികൃതിക്കാരനാണ്, ഭയങ്കര വികൃതിയാണ്. വികൃതി എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ വികൃതിത്തരങ്ങളേ ഉള്ളൂ. അറിഞ്ഞു തന്നെയാണ് അവന് പേര് കണ്ണൻ എന്നിട്ടത്. അപ്പോൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ കണ്ണൻ. അവനിഷ് എന്നാണ് യഥാർത്ഥ പേര്. അപ്പോൾ ഭയങ്കര ഡാൻസായിരുന്നു എൻ്റെ മോനും അവനുമായിട്ട്. കുരുത്തം കിട്ട മോനാണ്. അങ്ങനെ പിറ്റേ ദിവസമായി കല്യാണ സ്ഥലത്ത് നമ്മളെത്തി. പാടിക്കവിളാകം അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. വളരെ മനോഹരമായ ഒരു അമ്പലം തന്നെയായിരുന്നു അവിടെ. അപ്പം എല്ലാവരും റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ് കല്യാണത്തിന്. ഇതെൻ്റെ ദേവൂസ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ദേവൂസ് എൻ്റെ ഇന്ന് ഫോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തകർത്തെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റാണെന്നും ആയിട്ടില്ലെന്നറിയാം. ഇത് എൻ്റെ 2ാമത്തെ മോൻ എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോണങ്ങ് അവൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി വീഡിയോ എടുത്തു. ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കട്ടെ. എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അവൻ തന്നെയാണ് മിക്ക വീഡിയോയും എടുത്തിരിക്കുന്നത്. അപ്പോൾ കല്യാണം ഒക്കെ അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഇപ്പോഴും എനിക്ക് പനി പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പോൾ എൻ്റെ സ്വരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇടർച്ചയുണ്ട്. പിന്നെ ഊണിൻ്റെ സമയമായിരുന്നു. ആദ്യത്തെ ഒരു പന്തി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഇത് മോൻ ഉണ്ണാൻ കയറിയ സമയമാണ് കേട്ടോ. ഇത് റിസപ്ഷൻ്റെ ആണ്. കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു റിസപ്ഷൻ. അവർ വീട്ടിൽ നമ്മളെല്ലാവരും പോയി വന്നിട്ടാണ് കൺവെൻഷൻ സെൻറ്ററിൽ വന്നത്. ഇവിടെ ബൊഫേ ആയിരുന്നു. നല്ല വിഭവസമൃദ്ധമായ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഓരോർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാമായിരുന്നു. അപ്പോഴും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. സിനി സന്തോഷ്.